ഇടവേളയ്ക്ക് ശേഷം മലയാള വാർത്തകളിൽ ലോകമാധ്യമങ്ങളിൽ വീണ്ടും നിറഞ്ഞു നിൽക്കുക. ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിന് ശേഷം വീണ്ടും ലോകമാധ്യമങ്ങൾ മലയാള വാർത്തകളെ നെഞ്ചോട് ചേർത്തു. പ്രത്യേകിച്ച് എരിവുള്ള വാർത്തകളാണ്. അത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പീഡന വാർത്തകൾ കൂടിയാകുമ്പോൾ അതിന് സ്വല്പം എരിവ് കൂടും. നമുക്കറിയാം, ഈ പീഡനം ഇതിന് വലിയ ഒരു നിയമവ്യവസ്ഥ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുണ്ട്. അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 64 വകുപ്പ് പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ കിട്ടുന്ന ശിക്ഷ ഇതിനുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതൊരു വ്യാജ പീഡന വാർത്തയാണെങ്കിലോ, അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാകപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി അത് കൊടുത്തത് ഒരു വ്യാജ പീഡന പരാതിയാണെങ്കിലോ, ഇതിന്മേൽ മാനഹാനിക്കിരയായ ആ വ്യക്തിക്ക് തിരിച്ചു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ കൊടുക്കാം. സിവിൽ ഡിഫാമേഷനും ക്രിമിനൽ ഡിഫാമേഷനും. അവരുടെ നിലവിലുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് കോടിക്കണക്കിന് രൂപ വരെ ഒരുപക്ഷെ ഈ പരാതി ഉന്നയിച്ച വ്യക്തിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായി വരും.